കഥകളുടെ ലോകത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. വിദർഭ രാജാവായ ഭീമൻ്റെ മകൾ ദമയന്തി. നളചരിതം കഥയിലെ നായിക ദമയന്തി. മഹാഭാരതത്തിൽ പറയുന്നതനുസരിച്ച് നിശിത രാജാവായ നളൻ്റെ പത്നി ദമയന്തി. ഇന്ന് ദമയന്തിയുടെയും നളൻ്റെയും കഥയാവട്ടെ. വിദർഭ രാജാവായ ഭീമന് ദീർഘകാലം സന്താനഭാഗ്യമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ കൊട്ടാരത്തിൽ ഒരിക്കൽ ധമനൻ എന്ന മഹർഷി എത്തുകയും രാജാവിൻ്റെ സൽക്കാരത്തിലും ധർമ്മനിഷ്ഠയിലും സന്തുഷ്ടനായ മഹർഷി ഭീമന് സന്താനഭാഗ്യമുണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാജാവിന് 3 പുത്രന്മാരും ഒരു പുത്രിയും ജനിക്കുന്നു. ഇവരാണ് ധമൻ, ദാന്തൻ, ദമനൻ, ദമയന്തി എന്നിവർ. ദേവന്മാരെ പോലും ആകർഷിക്കുന്ന വിധത്തിൽ അതീവ സുന്ദരിയായിരുന്നു ദമയന്തി. ഈ കാലത്ത് തന്നെ നിശിത രാജ്യത്തെ രാജാവായ വീരസേനനും ഒരു പുത്രൻ ജനിച്ചിരുന്നു. ധർമ്മിഷ്ഠനും അതുല്യ പ്രതിഭാശക്തിയുമുള്ള നളൻ. ഒരിക്കൽ നളൻ്റെ സമീപത്തെത്തിയ രാജഹംസങ്ങൾ ദമയന്തിയുടെ പ്രത്യേകതകളും സൗന്ദര്യവും വർണ്ണിക്കുകയുണ്ടായി. ഇതേ ഹംസങ്ങൾ തന്നെ നളനെക്കുറിച്ച് ദമയന്തിയുടെ അടുത്തും വർണ്ണിക്കുന്നു. രാജഹംസങ്ങളുടെ വർണ്ണനകളിൽ ലയിച്ച് അവർ രണ്ടുപേരും അനുരാഗബദ്ധരാകുന്നു. ദമയന്തിയുടെ സ്വയംവരത്തിന് രാജാക്കന്മാരും ദേവന്മാരും എത്തിച്ചേർന്നു. നളൻ്റെ സ്വഭാവമഹിമ വ്യക്തമായി തിരിച്ചറിഞ്ഞ ദേവന്മാർ ദമയന്തി നളനെയാണ് ഭർത്താവാക്കുന്നതെന്ന് മനസ്സിലാക്കി ദമയന്തിയെ അവർക്ക് കിട്ടാനായി നളൻ തന്നെ അതിനവസരമുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനായി ദേവന്മാർ ദമയന്തിയെ പത്നിയാക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അവളെ അറിയിക്കാനായി നളനോട് തന്നെ അഭ്യർത്ഥനയിലൂടെ ആവശ്യപ്പെടുന്നു. ദേവന്മാർ നൽകിയ വിദ്യ ഉപയോഗിച്ച് നളൻ അന്തഃപുരത്തിൽ പ്രവേശിക്കുകയും ദമയന്തിയോട് ദേവന്മാരുടെ ആഗ്രഹം അറിയിക്കുകയും ചെയ്യുന്നു. ദമയന്തി ദേവന്മാരുടെ ആഗ്രഹം തിരസ്കരിക്കുന്നു. താൻ നളനെയാണ് ഭർത്താവായി സ്വീകരിക്കുന്നത് എന്ന തീരുമാനം അറിയിക്കുകയും ചെയ്യുന്നു. സ്വയംവര സദസ്സിൽ 4 ദേവന്മാരും നളൻ്റെ സമീപം നളൻ്റെ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. യഥാർത്ഥ നളനെ തിരിച്ചറിയാൻ തന്നെ സഹായിക്കണം എന്ന് ദമയന്തി ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നു. ദമയന്തിയുടെ നിഷ്കളങ്കമായ സ്വഭാവമഹിമയിൽ സന്തുഷ്ടരായ ദേവന്മാർ അവരവരുടെ രൂപം സ്വീകരിക്കുകയും നളനെയും ദമയന്തിയെയും അനുഗ്രഹിക്കുകയും അനേകം വരങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. നള ദമയന്തി വിവാഹത്തിന് ശേഷം ദേവലോകത്തേക്ക് പോയ ദേവന്മാർ വഴിമധ്യേ പാപത്തിൻ്റെ ദേവനെന്നറിയപ്പെടുന്ന കലിയെയും സുഹൃത്തായ ദോപരനെയും കണ്ടുമുട്ടുന്നു. ദമയന്തി സ്വയംവരത്തിന് തിരിച്ചതായിരുന്നു ഇരുവരും. ദമയന്തി നളനെയാണ് ഭർത്താവായി സ്വീകരിച്ചതെന്നറിഞ്ഞ് കുപിതരായ അവർ നള ദമയന്തിമാരെ വേർപിരിക്കുമെന്നും നളനെ രാജ്യഭ്രഷ്ടനാക്കുമെന്നും ശപഥം ചെയ്യുന്നു. നള ദമയന്തിമാരുടെ കഥയുടെ 1ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്